ഹായ് മക്കളെ, അപ്പോൾ ഇനിയുള്ള 2 മാസം, അതായത് ക്രിസ്മസ് എക്സാം വരെ നമ്മുടെ മുന്നിലുള്ള ടൈം. ക്രിസ്മസ് എക്സാം കഴിഞ്ഞാലുള്ള ടൈമിൽ നിങ്ങൾ കൂട്ടണ്ട, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. അപ്പം ഈ ഒരു ടൈമിൽ എത്രത്തോളം പ്രോപ്പറായിട്ട് മക്കൾ പഠിക്കുന്നു അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഈ വർഷത്തെ +2ൻ്റെ മാർക്ക്. അതിൽ യാതൊരു സംശയവും വേണ്ട. സോ ഈ ഒരു 2 മാസം നിങ്ങൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്ത് സാറ് കൊടുത്തിട്ടുള്ളത്. റെഡി? അതിൽ ഒന്നാമത് നമുക്ക് ചെയ്യാനുള്ള കാര്യം ഒറ്റ മാത്രമാണ് പഠിക്കുക. ഓക്കെ, നന്നായിട്ട് പ്രോപ്പറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കാതെ നല്ല മാർക്കിലെത്താമെന്ന് ആരും വിചാരിക്കേണ്ട. ഓക്കെ, നമ്മളെന്താണ് എക്സാമിന് തലേന്ന് ഇരുന്ന് പഠിക്കുക, അതിന് മാരത്തോണിൽ കണ്ടു തീർക്കാം എന്നൊക്കെയുള്ള പ്രതീക്ഷ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റി വെച്ചുകൂടാ. അങ്ങനെ ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ പാസ്സാവുമായിരിക്കും. ദാറ്റ്സ് ഓൾ. ഓക്കെ, പാസ്സാവുമായിരിക്കും, അത്രമാത്രം. നല്ല മാർക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ആ ഒരു കാര്യത്തിലേക്ക് ആരും പോകണ്ട. സോ നല്ല മാർക്കാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു ടൈം മുതൽ ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തോളാം. അതിൽ ഒന്നാമത്തത് എൻവിറോൺമെൻ്റ് ആണ്. നന്നായിട്ട് പഠിക്കാനുള്ള ഒരു ഇത് കണ്ടുപിടിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കാൻ ഏറ്റവും നന്നായിട്ട് സാധിക്കുക, ഏതൊരു ടൈമാണ് അല്ലെങ്കിൽ ഏതൊരു സമയമാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതായത് ഇപ്പം പലർക്കും എന്താ ചിലപ്പോൾ നല്ല നൈറ്റ് ഇരുന്ന് പഠിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ രാവിലെ എണീച്ച് പഠിക്കുന്നവരായിരിക്കാം. സോ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ആദ്യം തന്നെ കണ്ടുപിടിക്കുക, എപ്പോഴാണ് നിങ്ങൾക്ക് കംഫർട്ടായിട്ട് പഠിക്കാൻ പറ്റുക. റെഡി? ആ ഒരു ടൈമിൽ ഇരുന്ന് പഠിക്കുക. പിന്നെ രണ്ടാമതാണ് സമയം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താണ്, എത്ര നമ്മളിപ്പോൾ എന്താണ് ഒരുപാട് പേര് പറയും ഡെയിലി ഞാൻ അത്രയും മണിക്കൂർ ഇരുന്ന് പഠിച്ചു, പക്ഷേ എനിക്ക് മാർക്കില്ല. അപ്പോൾ എന്താണ്, ടൈമിലൊരു കാര്യമില്ല അല്ലേ. നമ്മൾ പഠിക്കുന്ന കാര്യം അത് എത്ര കുറച്ച് ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ പഠിച്ചാലും ചിലപ്പോൾ എന്താണ് പലർക്കും ചിലപ്പോൾ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കൺസെപ്റ്റൊക്കെ കിട്ടുന്ന ആളുകൾക്ക് ചിലപ്പോൾ 1/2 മണിക്കൂർ ഇരുന്ന് പഠിച്ചാൽ മതിയാവും, 1 മണിക്കൂർ ഇരുന്ന് പഠിച്ചാൽ മതിയാവും. റെഡി? അപ്പം അത് നിങ്ങളുടെ കാലിബർ അനുസരിച്ച് നിങ്ങൾ നോക്കി കണ്ടെത്തുക. എത്ര ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്ത് പഠിച്ചാൽ മാത്രം നിങ്ങൾക്ക് സെറ്റാവും, ഒരു സബ്ജക്റ്റ് കിട്ടും. റെഡി? അതിനനുസരിച്ചുള്ള ടൈം നിങ്ങൾ സെറ്റ് ചെയ്യുക. ആ ഒരു ടൈമിൽ നിങ്ങൾ ഡെയിലി എന്താക്കണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതിൽ യാതൊരു വ്യത്യാസമില്ല. ഓക്കെ, ആ ഒരു ടൈം ഡെയിലി നിങ്ങൾ ആ ഒരു ടൈം യൂസ് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ആദ്യത്തെ 3 കാര്യം ഇതാണ്. ഇത് ഡെയിലി റുട്ടീനായിട്ട് ചെയ്തോളുക. അതല്ലാതെ ഇനിയൊന്നും വേറൊരു ഓപ്ഷനും ഇല്ല. ഓക്കെ, റെഡി? പിന്നെ ഇനിയിപ്പോൾ പിന്നെ നമ്മൾ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ പഠിക്കുന്ന കാര്യത്തിന് കൺസെപ്റ്റ്. ഓക്കെ, ഏത് സബ്ജക്റ്റുകളായാലും എന്ത് കാര്യമാണ് നമ്മൾ പഠിക്കുന്നത് ആ കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതാണ്, വെറുതെ വായിച്ചു പോവുക, ബൈഹാർട്ട് പഠിച്ചു വയ്ക്കുക. ദയവേച്ച് അത് ചെയ്യാതിരിക്കുക. ഓക്കെ, ഈ ബൈഹാർട്ടൊക്കെ പഠിച്ച് വെച്ചിട്ട് എഴുതാൻ പോകുന്ന പല കുട്ടികളുണ്ട് ഇപ്പോഴും. ആ ഒരു സിസ്റ്റമൊക്കെ ഒഴിവായി. ബൈഹാർട്ട് പഠിച്ചിട്ടൊക്കെ എക്സാമിന് പോകുക എന്നുള്ളതൊക്കെ വിട്ടു. ഓക്കെ, അങ്ങനെയൊന്നും പോയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്കത് എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റുന്നതല്ല. ആപ്ലിക്കേഷൻ ലെവലാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ആ ഒരു റിയാലിറ്റീനെ മനസ്സിലാക്കുക. എത്രത്തോളം നിങ്ങളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, ആ ഒരു കാര്യത്തെ നിങ്ങൾക്ക് എത്രത്തോളം അപ്ലൈ ചെയ്യാൻ പറ്റുന്നു, അതാണ് ഇപ്പോൾ നോക്കുന്നത്. എക്സാമിലൂടെ ഒക്കെ നോക്കുന്ന കാര്യം അതാണ്. സോ ബൈഹാർട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, ആ ഒരു കൺസെപ്റ്റിനെ മനസ്സിലാക്കുക. then ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്തോളുക. ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ടും അല്ലെങ്കിൽ എന്തൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ച് മാത്രം പഠിക്കാം. കുട്ടികൾക്ക് മാത്രം ടെക്സ്റ്റ് ബുക്കൊക്കെ ഒഴിവാക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി അതിൽ എന്തെല്ലാം വരുന്നു, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എവിടെയുണ്ട്, അത് വെച്ച് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, PYQs എന്നുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഡെയിലി നോക്കിക്കൊള്ളുക. റെഡി? പിന്നെ അതാ ന്യൂ പാറ്റേൺ. എന്തെല്ലാം ചേഞ്ച് നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നു. റെഡി? കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യനിൽ നിന്നും നമ്മൾ പഠിച്ച ആ ഒരു സെയിം കാര്യം ഈ വർഷം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, എന്തെങ്കിലും പാറ്റേണിൽ ചേഞ്ച് ഉണ്ടോ? പ്രത്യേകിച്ച് അത് ഈ അക്കൗണ്ടൻസിയിലൊക്കെ ആയിരിക്കാം എന്താണ് കൂടുതലായിട്ടും അങ്ങനെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് തോന്നുക. എന്തെങ്കിലും ഒരു പ്രോബ്ലം അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ തരുന്നത് മറ്റേതെങ്കിലും രീതിയിൽ തന്നിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. റെഡി? അതിനനുസരിച്ച് അതങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഉദ്ദേശിക്കുന്നത് അതാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ, ഈ കൺസെപ്റ്റുകളൊക്കെ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ആവുക. റെഡി അല്ലേ? പിന്നെ നമ്മളെ നോട്ട്സ് കാര്യങ്ങൾ. ഓക്കെ, നോട്ട്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈവായിട്ട് നമ്മൾ ചെയ്യുന്ന നോട്ട്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടാറുണ്ട്. ആ നോട്ട്സ് പഠിക്കുക, കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ടെക്സ്റ്റ് NCERTൻ്റെ ബുക്സ് ഒക്കെ നോക്കിയാൽ നിങ്ങൾ മനസ്സിലാവും ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മൾ അതൊക്കെ ഷോർട്ടാക്കി സെറ്റായി നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ എന്ത് വേണം അത് മാത്രം വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് അക്കൗണ്ടൻസിയിലായാലും ബിസിനസ് സ്റ്റഡീസിലായാലും എല്ലാം നമ്മളെന്താണ് നോട്ട്സ് സെറ്റ് ചെയ്ത് തരാറുള്ളത്, എക്കണോമിക്സ് ആയാലും എല്ലാം. അപ്പോൾ ആ ഒരു നോട്ട്സിനെ ദയവേത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ആ നോട്ട്സിൽ എന്തെല്ലാം ഉണ്ടോ അത് അതിനനുസരിച്ച് പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. റെഡി അല്ലേ? പിന്നെ
ഓരോ വീക്കിലും എന്ത് ചെയ്തോളാം, റിവിഷൻ ചെയ്തോളാം. ഓരോ വീക്കിലും എന്ത് പഠിച്ചു അത് റിവൈസ് ചെയ്യാം. ഓക്കെ, റിവൈസ് ചെയ്യണമെങ്കിൽ എന്താകണം, ആ വീക്കിൽ അല്ലെ, ആ ഒരു സാറ്റർഡേ മുതലാണെങ്കിൽ അല്ലെങ്കിൽ മൺഡേ മുതലാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങിയതെങ്കിൽ ആ മൺഡേ മുതൽ കൃത്യമായിട്ട് നിങ്ങൾ ഇന്ന കാര്യങ്ങളെല്ലാം പഠിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് വേണം, ആ ഒരു വീക്കെൻഡിൽ നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഐ മീൻ എന്താണ്, ഞാൻ ഈ വീക്കിൽ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടല്ലോ, അത് ഏതൊക്കെയാണ് എന്ന് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യണമെങ്കിൽ ആ വീക്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചിരിക്കണം അല്ലേ, അത് സെറ്റാക്കുക. ഓക്കെ, ഈ കാര്യങ്ങൾ ഇനിയുള്ള 2 മാസം നിർബന്ധമാണ് മക്കളെ. പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇതല്ലാതെ ഇനി ഒരു ഓപ്ഷൻ ഇല്ല നിങ്ങൾക്ക്. ഓക്കെ ആണോ? ഇതേപോലെ ഫോളോ ചെയ്യാം. റെഡി അല്ലേ? ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തണ്ട. സോ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ ബാച്ചിലൊക്കെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എപ്പോഴും നിങ്ങളെ കൂടെ എന്താ വേണം, ഒരു ബാച്ച് വേണം ഹെൽപ്പിനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഡൈവേർട്ടായി പോകും, സ്വാഭാവികമാണ്. സോ അത് സംഭവിക്കാതിരിക്കാനാണ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുക, പഠിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ വീണ്ടും കാണാം. മറക്കണ്ട, 2 മാസമേ ഉള്ളൂ. അത് എന്ന് പറഞ്ഞ പോലെ പോകും. പഠിക്കാൻ ഒരുപാടുണ്ട്, ടൈം വളരെ കുറവാണെന്നുള്ള ഓർത്ത് വയ്ക്കുക. ഓക്കെ.